വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ട ഒളിച്ചുകളി സർക്കാർ ഇപ്പോഴും തുടരുന്നു എന്നതാണ്. മദ്യ കമ്പനികൾക്ക് നൽകിയ നികുതി ഇളവ് ഫിനാൻസ് ബില്ലിൽ ഉൾപ്പെടുത്തി അത് നിയമസഭ പാസാക്കുകയും ചെയ്തു. എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി തന്നെ പറഞ്ഞത്, ഈ മദ്യം വിൽക്കില്ല എന്ന് തീരുമാനിച്ചാൽ പോലും മദ്യ കമ്പനികൾക്ക് കോടതിയിൽ നിന്ന് അനുകൂലമായ ഉത്തരവ് സമ്പാദിക്കാനുള്ള സാധ്യതയായി എന്നാണ്. അപ്പൊ ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം, എന്തിനാണ് ഈ ടാക്സ് 251% നിന്ന് 120% കുറക്കാൻ തീരുമാനിച്ചത് എന്നുള്ള കാര്യത്തിന് ഇപ്പോഴും ഉത്തരം പറയുന്നില്ല. അതിന്റെ ഗുണഭോക്താവ് ആരാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴാർക്കും സംശയമില്ല. വേറെ ആരുമല്ല, മദ്യമുതലാളിമാർ തന്നെയാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം, മുഖ്യമന്ത്രിയുടെ ഒരുതരം വംശീയമായ പ്രചാരവേല ഈ അതിഥി തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പ്രവാസി മനസ്സുള്ള ജനത ഏറ്റവും കൂടുതലുള്ള നാട് കേരളമാണ്. ഇവിടെയുള്ളവരാണ് യഥാർത്ഥത്തിൽ ലോകത്തിന്റെ വിവിധ മേഖലയിൽ ചേക്കേറി ജീവിതം നയിച്ച് മുമ്പോട്ടേക്ക് പോകുന്നത്. അപ്പോ സ്വന്തം നാട്ടിലേക്ക് പണം അയക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് വേണ്ടാത്ത രീതിയിലുള്ള ഒരു സ്പർദ്ധ രൂപപ്പെടുത്താൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒരിക്കലും ആ ഒരു പരാമർശം പോലും നടത്താൻ പാടില്ലായിരുന്നു എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. നമ്മുടെ കേരളത്തിലെ അഭ്യസ്തവിദ്യരായ യുവാക്കൾ പ്രധാനമായിട്ടും IT മേഖലയെയാണ് പ്രധാനമായും കൈകാര്യം ചെയ്യുന്നത്. അമേരിക്കൻ മെഡിക്കൽ കോഡിംഗ് കമ്പനിയായ കോറോ ഹെൽത്ത് കേരളത്തിലെ ഓഫീസുകളിൽ നിന്ന് മുന്നറിയിപ്പില്ലാതെ 800-ലധികം വരുന്ന ജീവനക്കാരെ 2 കേന്ദ്രങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരുന്നു അവരെല്ലാം കൂട്ടത്തോടെ പിരിച്ചുവിട്ടിരിക്കുകയാണ്. ശക്തിയായ പ്രതിഷേധമാണ് കേരളം ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുന്നത്. ഇത്തരം വെല്ലുവിളിയെയും ധിക്കാരത്തെയും കേരളത്തിൽ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാട് കേരളം കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ കോഡുകൾ ഈ അടച്ചുപൂട്ടുന്നവരെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് കള്ളക്കളി തുടരുന്നത് മനസ്സിലായി എന്ന് പറയുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആദ്യം വാർത്ത വന്നത് അത് ദേശാഭിമാനിയിലല്ല എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ദേശാഭിമാനിയിലാണ് ആദ്യം വാർത്ത വന്നത് എന്നത് തെറ്റായ പ്രചാരണമാണ്. ജൂൺ 1 എക്കണോമിക് ടൈംസ് ആണ് ആദ്യം വാർത്ത കൊടുത്തത്. അതിന് പിന്നാലെ മാതൃഭൂമിയും കൊടുത്തു. അപ്പോൾ കള്ളം പ്രചരിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി എന്നാണ് MV ഗോവിന്ദന്റെ പ്രതികരണം.